വെൽക്കം ടു ആദി വിത്ത് അമ്മ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ റോഡ് ഐലൻഡിൽ ഹോട്ടലിലാണ് ഇന്നത്തെ യാത്ര അവസാനിച്ചത്. ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഹോട്ടലിൽ. അത് കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പം റോഡ് ഐലൻഡിലെ ന്യൂ പോർട്ട് എന്ന് പറഞ്ഞ സിറ്റി കാണുകയാണ് ഇന്നത്തെ വിഷയം. അപ്പം നമുക്ക് തുടങ്ങാം. ഞങ്ങൾ റോഡ് ഐലൻഡിലെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്നും ന്യൂ പോർട്ടിലേക്ക് ഉള്ള യാത്രയിലാണ്. അതൊരു ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്യാണ്. ഇതുണ്ട് ഒരു വലിയ ബ്രിഡ്ജ് വരുന്നത്. ഇത് കണ്ടോ എത്രത്തോളം ബോട്ടുകളാണ് ഉള്ളതെന്ന്. നിറയെ ബോട്ടുകളാണ് ഇവിടെ. US ഉള്ള ആളുകള് ഒരുപാട് പേര് ഈ ബോട്ടിനോട് ഭയങ്കര ക്രേസ് ഉള്ളവരുണ്ട്. സ്വന്തമായിട്ട് ബോട്ടുകൾ അവർക്ക് കാണും. ഒത്തിരി പേരും ആ ഒരു നദിയുടെ തീരത്തോ അങ്ങനെയൊക്കെ താമസിക്കുന്നവർക്കായിരിക്കും. പക്ഷെ എന്നാൽ അതല്ലാത്തവർക്കും മറ്റ് ഭാഗങ്ങളിൽ താമസിക്കുന്നവരും അത് ബോട്ടുകൾ സ്വന്തമാക്കുകയും നമുക്ക് വെക്കേഷൻ അവർ പോകുമ്പോൾ കാണാൻ പോകുന്നൊക്കെ കാറിൽ വെച്ച് കൊണ്ടുപോകുന്നത്. നല്ല ഭംഗിയില്ലേ ഈ ബ്രിഡ്ജ് കാണാൻ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ US ഒരുപാട് നല്ല ഭംഗിയുള്ള ബ്രിഡ്ജുകളുണ്ട്. ഇത് കണ്ടോ ഒരു ഐലൻഡ് കണ്ടോ ഇതിനിടയ്ക്ക്. ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് സ്കൂളിൽ പഠിച്ചത് ഐലൻഡ് 4 വശത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്തെയാണ് ഐലൻഡ് എന്ന് പറയുന്നത്. ഇന്ന് പഠിച്ചതൊക്കെ ഞാനിങ്ങനെ പെട്ടെന്ന് ഓർക്കുമ്പോൾ. ഇപ്പം നമ്മൾ ന്യൂ പോർട്ട് എന്ന് പറഞ്ഞ സിറ്റി ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് ആദ്യത്തെ എന്ന് പറഞ്ഞത്. അങ്ങോട്ട് കയറാൻ പോവാണ്. ഞാൻ ആ ഒരു പോകുന്ന വഴികളൊക്കെ നിങ്ങളെ കാണിക്കാം. ഇതൊരു സെമിട്രി ആണ്. ഇത് 2 സൈഡിലെ സെമിട്രിയാണ്. ഞാൻ ഒരുപാട് സെമിട്രികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു സെമിട്രി ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ വിസ്താരമുള്ള ഒരു സെമിട്രിയാണ്. എനിക്കിപ്പോൾ ഇവിടെ ഒരു അക്വേറിയം കാണാം. ഹാമിൽട്ടൺ ഫാമിലി അക്വേറിയം. ഞാനിങ്ങനെ ഒരു ഫാമിലി അക്വേറിയം അതുപോലെ ആദ്യമായിട്ട് കേൾക്കുവാണ്. ഇതുണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകള്. അപ്പൊ നമ്മള് പട്ടത്തിന്റെ വിലയൊക്കെ നോക്കിയപ്പോൾ ആദ്യം നോക്കിയപ്പോൾ $50, $74 ഒക്കെ. പക്ഷെ ഞങ്ങളിങ്ങനെ തപ്പി കാരണം പൊന്നിനിക്ക് ഇപ്പം നമ്മൾ കുട്ടിയല്ലേ, ചിലപ്പോൾ അത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ചെറിയൊരു പട്ടം മേടിച്ചു. അതിന് $20 ആണ്. അത് ആ പാക്ക് ചെയ്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് പട്ടം പറപ്പിക്കാം. അങ്ങനെ പൊന്നുണ്ണി പഠിച്ചു. പൊന്നുണ്ണി ഈസ് ഇൻ ആക്ഷൻ. ഞാൻ പറഞ്ഞില്ല ഇവിടെ നിറച്ച് മാൻഷൻസ് ആണ്. അപ്പോൾ അതിലൊരു വീട് ശരിക്കും നമുക്ക് കാണാം. പബ്ലിക്കിന് ടിക്കറ്റ് എടുക്കണം എനിക്ക് തോന്നുന്നത്. എന്നിട്ടത് കാണാൻ പറ്റും. അപ്പോൾ ആ വീട് കാണാൻ പോവാം. പക്ഷെ അതിനകത്ത് ഫോൺ വീഡിയോയും ഫോട്ടോഗ്രാഫ്സും ഒക്കെ അലൗഡ് ആണെന്ന് അറിയത്തില്ല. അലൗഡ് ആണെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. ഈ മാർബിൾ ഹൗസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് 1892ലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് 10 AM to 4 PM നമുക്ക് കയറി കാണാം. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം.
ഔട്ട്സൈഡ് ആണ്. മുഴുവൻ ചുറ്റിനും ഹൈഡ്രാഞ്ചിയാണ്. ഹൈഡ്രാഞ്ചി ഇങ്ങനെ ബ്ലൂം ചെയ്ത് നിൽക്കുകയാണ്. എല്ലാ കളേഴ്സും ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഹൈഡ്രാഞ്ചിയാസ് ഉണ്ട്. എങ്കിലും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ്. ആദ്യത്തെ റൂമിൽ നിന്ന് നമ്മൾ സെക്കൻഡ് റൂമിലേക്ക്, സെക്കൻഡ് ഒരു ഇടനാഴി പോലെയാണ്, അതിലേക്ക് കയറിയതാണ്. അവിടെ നമുക്ക് റൈറ്റിലേക്കും പോവാം ലെഫ്റ്റിലേക്കും പോവാം. നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്കാണ് പോയിരിക്കുന്നത്. നമ്മൾ അടുത്ത റൂമിലേക്ക് കയറി. ഈ ലൈബ്രറി ആൻഡ് മോർണിംഗ് റൂമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങി നിൽക്കാനൊക്കെ ഉള്ളൊരു പാറ്റിയോ ഉണ്ട്. പാറ്റിയോ എന്ന് പറയുമ്പോൾ അത് ഇത്ര ഭയങ്കര വലിയൊരു പാറ്റിയോയാണ്. ഫ്രണ്ടിൽ വരുമ്പം റൈറ്റിലോട്ട് പോകാം. നമ്മൾ റൈറ്റ് വഴി വരുമ്പോൾ ആദ്യം ഒരു റൂം കഴിഞ്ഞിട്ട് ഒരു ഇടനാഴി, അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാലാണ് ഒരു റൂം. അതാണ് നമ്മൾ മോർണിംഗ് റൂം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റിലോട്ടാണെങ്കിൽ ഗോത്തിക് റൂം. അത് കഴിഞ്ഞ് ആണതൊരു വേറൊരു ഒരു ലിവിങ്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു സ്റ്റെയർസ് കയറി അടുത്ത ഫ്ലോറിലേക്ക്. കയറി വരുന്നത് നമ്മളൊരു ബെഡ്റൂമിലേക്കാണ്. അത് മിസ്റ്റർ വാണ്ടർഫിൽസ് ബെഡ്റൂം എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ നമ്മൾ കയറി വരുന്നത് നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമാണ്. പിന്നെ ഇതൊരു ട്രോഫി റൂമാണ്. അടുത്തത് വേറൊരു ബെഡ്റൂമാണ്. ആ ഒരു ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഇവിടെ നല്ലൊരു വിൻഡോ ഉണ്ട്. പുറത്തെ പാറ്റിയോയിലേക്കുള്ളൊരു വ്യൂ കിട്ടുന്നതാണ്. പിന്നീട് വീണ്ടും നമുക്ക് ഈ ടൂറ് പോകുന്നത് ഇടനാഴിയിലൂടെയാണ്. ഇടനാഴിയിൽ ചുറ്റിനും ഇങ്ങനെ വുഡനാണ്. രണ്ട് സൈഡ് ചുറ്റിനും അല്ല, ബോത്ത് സൈഡ്സ്. എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു റൂം, അതൊരു റെസ്റ്റിംഗ് റൂം പോലെയൊക്കെ, ഒരു ഫാമിലിക്ക് ഒരു ക്ലോസ്ഡ് സെറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ ഈ ഇടുന്നാളിൽ വഴി കണ്ടിന്യൂ ചെയ്യുകയാണ്. അതൊരു ചെറിയ ഒരു ബെഡ്റൂമാണ്. നമ്മൾ ഇടുന്നാളി കണ്ടിന്യൂ ചെയ്ത് ആദ്യം അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് എത്തുന്നു. പിന്നീട് ഇവിടെ മറ്റൊരു ബെഡ്റൂം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് താഴോട്ട് ഇറങ്ങാം. മേളിലോട്ടുണ്ട്, പക്ഷെ നമുക്ക് അലൗഡ് അല്ല കയറാനായിട്ട്. ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അത് ആ കുറേ കാണിച്ച റൂമുകൾ ബേസ്മെന്റ് ആയിരുന്നവരുടെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മൾ ആ ഗ്രൗണ്ട് ഏരിയയിലേക്ക് പോവാണ്. പുറത്തിറങ്ങിയപ്പോൾ ഉള്ള വ്യൂ ആണ്. ഇതിനൊരു ഓഷ്യൻ വ്യൂവിൽ ഇരിക്കാനൊക്കെയുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഈ കാണുന്നത് ഒരു ടീ ഹൗസാണ്.
ഇനിയിപ്പം നമ്മളിവിടെ വേറൊരു സ്ഥലത്ത് വന്നു വെച്ചാൽ നമ്മളിങ്ങനെ ഈ ഓഷ്യന് ചുറ്റിനും നടക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു സ്ഥലത്തുകൂടെ നമ്മൾ നടന്ന് നമുക്ക് അങ്ങ് അതിൻ്റെ ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ നമുക്ക് അങ്ങ് വരെ നടക്കാനുള്ള ഒരു വഴിയാണ്. നമ്മൾ നടക്കും. അതുകൂടാതെ നമുക്ക് ഇങ്ങനെ പോയി അവിടെ താഴെ പോയി നിന്ന് കാണുകയും ചെയ്യാം. കണ്ടോ, എന്നിട്ട് നമുക്ക് ആ ഒരു ഇതുവഴി ആ ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു സ്പേസിൽ ആ വഴി ഇറങ്ങി നമുക്ക് താഴോട്ട് പോകും. ഇപ്പം ഇന്നിപ്പോൾ വൈകുന്നേരമായി, 6:15 ഇവിടെ. ഈ ഒരു സമയത്ത് നമ്മളൊന്ന് നമ്മുടെ ഡൗൺ ടൗൺ, ഈ സ്ഥലത്തിൻ്റെ ഡൗൺ ടൗൺ ഒന്ന് കാണാൻ ഇറങ്ങിയതാണ്. ഇവിടെ ഈ ഒരു ഡൗൺ ടൗണിൽ ഈ ഒരു സ്ട്രീറ്റിലൊക്കെ ഏറെയും കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ചെറിയ ചെറിയ ഷോപ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ഭംഗിയുള്ള ടൈസ് ഒക്കെ കിട്ടുന്ന, നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന കുറച്ച് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഞങ്ങൾ നടന്നിട്ട് തിരിച്ചിന്ന് ഹോട്ടലിലേക്ക് പോകും, നാളെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ഷോപ്പിൽ കയറിയപ്പോൾ നമ്മുടെ നല്ലൊരു കോട്ടൺ പ്യുവർ ആയിട്ടുള്ള ഒരു ഉടുപ്പ് കണ്ടു. വെച്ചാൽ പ്യുവർ കോട്ടണിലുള്ള അതിൽ കുറച്ചൊരു എന്താ പറയുന്നത്, ഒരു എംബ്രോയിഡറി വർക്കൊക്കെ ഉണ്ട്, വളരെ കുറച്ച്. അപ്പം അതിൻ്റെ വില ഞാൻ നോക്കിയപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വില നോക്കിയപ്പം $395. ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് ചാടി ഇറങ്ങി. ഇന്ന് ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു, നടപ്പെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ സ്ട്രീറ്റിൻ്റെ സൈഡിൽ. ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോകും. ഇതിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തേ. അത് ഒന്ന് ഈ ഒരു പ്ലേസിൽ, ഈ ഒരു സിൽവർ, ഇതാണ് ആ മാല. ഞാനോർത്ത് ഒരു നെക്കിൽ പറ്റിച്ചേർന്നിരിക്കുന്ന മാല, നല്ല വൈറ്റ് ഷർട്ടിൻ്റെ ഒക്കെ കൂടെ ഇടാമല്ലോ. നമ്മുടെ ഇന്ത്യൻ ക്ലോത്ത്സ്, ഇന്ത്യൻ ഡ്രസ്സസിൻ്റെ കൂടെ അല്ലാതെ തന്നെ നമുക്ക് വെസ്റ്റേൺ ഒരു ഫ്യൂഷൻ പോലെ ഇതിടാൻ പറ്റുമല്ലോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ്. ഇതാണ് ഈ സ്ട്രീറ്റിങ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടറ്റത്തും ചെറിയ ചെറിയ ഷോപ്പുകളാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ, ഇത് ചില സ്ഥലത്തൊക്കെ വലിയ ഒരു റീസണബിൾ പ്രൈസ് ഉണ്ട്. ഞാനിത് രണ്ടും വാങ്ങിയത് ഒരു റീസണബിൾ പ്രൈസിൽ കിട്ടുന്ന സ്ഥലത്തു നിന്നാണ്. അപ്പം ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി ഫ്രഷായി കുറച്ച് ഡിന്നറും കഴിച്ച് ഉറങ്ങണം. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കേട്ടോ.